സെക്ഷൻ 2.4.1 ഹഫ്മാൻ എൻകോഡിംഗ്സ്. ഈ സെക്ഷനിൽ നമ്മൾ എൻട്രോപ്പിയും ഹഫ്മാൻ എൻകോഡിംഗ്സും തമ്മിലുള്ള കണക്ഷനാണ് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്ഷനിലെ റിസൾട്ടുകൾ ക്രിപ്റ്റോഗ്രാഫിക് ആപ്ലിക്കേഷൻസിൽ അത്ര റെലവന്റ് അല്ല. എൻട്രോപ്പിയുടെ കോൺസെപ്റ്റിലേക്കുള്ള ഒരു മോട്ടിവേഷനാണ് ഈ സെക്ഷൻ. നമ്മൾ ഓൾറെഡി സ്പെസിഫൈഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുള്ള റാൻഡം ഈവൻസിന്റെ എൻട്രോപ്പി ഡിഫൈൻ ചെയ്തിരുന്നു. നമുക്ക് ആ ഐഡിയ ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് മനസ്സിലാക്കാം. മുൻപ് പറഞ്ഞതുപോലെ ഒരു സ്പെസിഫൈഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുള്ള സെറ്റ് എക്സിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റാൻഡം വേരിയബിൾ ആണ് വെക്ടർ എക്സ് എന്ന് വിചാരിക്കുക. ആദ്യം നമുക്ക് ഈ റാൻഡം വേരിയബിളിന്റെ എൻകോഡിംഗ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. സെറ്റ് എക്സിൽ നിന്നും സെറ്റ് 01 സ്റ്റാറിലേക്കുള്ള ഏതെങ്കിലും ഒരു മാപ്പിംഗിനെയാണ് റാൻഡം വേരിയബിൾ വെക്ടർ എക്സിന്റെ ഒരു എൻകോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ സെറ്റ് 01 സ്റ്റാർ ഡിനോട്ട് ചെയ്യുന്നത് 0യും 1ഉം യൂസ് ചെയ്തുണ്ടാക്കാവുന്ന പോസിബിൾ ഫൈനൈറ്റ് സ്ട്രിങ്ങുകളുടെ കളക്ഷനെയാണ്. ഫോർ എക്സാമ്പിൾ, ആ സെറ്റിലെ കുറച്ച് മെമ്പേഴ്സ് ആണ് 011, 111, 10, 010, 010 എക്സെട്ര. അതായത് ടേംസ് 0 or 1 വരുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഫൈനൈറ്റ് സ്ട്രിങ്ങുകളുടെയും കളക്ഷനാണ് സെറ്റ് 01 സ്റ്റാർ. സെറ്റ് എക്സിൽ നിന്നും ഈ സെറ്റിലേക്ക് ഒരുപാട് മാപ്പിംഗ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഏതൊരു മാപ്പിങ്ങിനെയും റാൻഡം വേരിയബിൾ വെക്ടർ എക്സിന്റെ ഒരു എൻകോഡിംഗ് ആണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് സെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് എ ബി. ഡിഫൈൻ f1 ഫ്രം x to set 01 star by f1 of a equal to 01 and f1 of b equal to 10010. Then f1 ഈ സെറ്റിൽ ഡിഫൈൻഡ് ആയ റാൻഡം വേരിയബിളിന്റെ ഒരു എൻകോഡിംഗ് ആണ്. അതുപോലെ ഡിഫൈൻ f2 ഫ്രം x to set 01 star by f2 of a equal to 110 and f2 of b equal to 1110. ദെൻ വെക്ടർ എക്സിന്റെ മറ്റൊരു എൻകോഡിംഗ് ആണ് f2. ഇതുപോലെ ഇൻഫൈനൈറ്റ്ലി മെനി എൻകോഡിംഗ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ സെറ്റ് എക്സിലെ മെമ്പേഴ്സിന്റെ ഒരു ഫൈനൈറ്റ് സ്ട്രിങ്ങിന്റെ എൻകോഡിംഗ് ഇതുപോലെ ഡിഫൈൻ ചെയ്യാം. ഗിവൺ എ ഫൈനൈറ്റ് ലിസ്റ്റ് ഓർ സ്ട്രിംഗ് ഓഫ് ഈവൻറ്റ്സ് x1, x2, etc. xn where each xi belongs to set x. സെറ്റ് എക്സിൽ ഡിഫൈൻഡ് ആയ എൻകോഡിംഗ് എഫിനെ താഴെ പറയുന്നത് പോലെ എക്സ് സ്റ്റാറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. f of x1, x2, etc. xn equal to f of x1 concatenation etc. concatenation f of xn. അവിടെയുള്ള സിംബൽ ഡിനോട്ട് ചെയ്യുന്നത് സ്ട്രിങ്ങുകളുടെ കൺകാറ്റനേഷനെയാണ്. അതായത് സ്ട്രിങ്ങുകളെല്ലാം ഓർഡറിൽ എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുക. ഈ കോൺസെപ്റ്റ് നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, f of x1 equal to 01, f of x2 equal to 111 and f of x3 equal to 0 എന്ന് അസ്യൂം ചെയ്യുക. Then f of x1, x2, x3 equal to 0, 1, 1, 1, 1, 0. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സോ നമുക്ക് മാപ്പിംഗ് എഫിനെ എക്സ് സ്റ്റാറിൽ നിന്നും സെറ്റ് 01 സ്റ്റാറിലേക്കുള്ള ഒരു മാപ്പിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സ് സ്റ്റാർ ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് എക്സിലെ മെമ്പേഴ്സ് യൂസ് ചെയ്ത് ഫോം ചെയ്യാവുന്ന പോസിബിൾ ഫൈനൈറ്റ് സ്ട്രിങ്ങുകളുടെ കളക്ഷനെയാണ്. ഒരു മെമ്മറിലെസ് സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സോഴ്സ് ഒരു സർട്ടൻ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഏർലിയർ ടൈമിലെ ഔട്ട്പുട്ടിനെ ഡിപെൻഡ് ചെയ്യാത്ത തരത്തിലുള്ള സോഴ്സുകളെയാണ്. ഇത്തരത്തിലുള്ള ഒരു മെമ്മറിലെസ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത സ്ട്രിംഗ് ആണ് x1, x2, etc. xn എന്ന് വിചാരിക്കുക. ആ സ്ട്രിംഗിലെ മെമ്പേഴ്സ് xiകളെല്ലാം സെറ്റ് എക്സിലെ മെമ്പേഴ്സ് ആണെന്നും അവയ്ക്കൊരു സ്പെസിഫൈഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നും അസ്യൂം ചെയ്യുന്നു. ഇത്തരത്തിലൊരു മെമ്മറിലെസ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രിംഗിന്റെ പ്രോബബിലിറ്റി താഴെ പറയുന്നത് പോലെ കണ്ടുപിടിക്കാവുന്നതാണ്. PR of x1, x2, etc. xn equal to PR of x1 into PR of x2 into etc. into PR of xn. ഇതുപോലെയുള്ള സ്ട്രിങ്ങുകളിലെ ടേംസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫെയർ കോയിന്റെ n റാൻഡം ടോസസ് കൺസിഡർ ചെയ്യാം.
ഹെഡ്സിനെ 1 ആയിട്ടും ടെയിൽസിനെ 0 ആയിട്ടും എൻകോഡ് ചെയ്യുകയാണെങ്കിൽ ലെങ്ത് n ഉള്ള ഏതൊരു ബൈനറി സ്ട്രിങ്ങും ഏതെങ്കിലും ഒരു സീക്വൻസ് ഓഫ് n കോയിൻ ടോസസിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ n ഈക്വൽ ടു 3 ആണെങ്കിൽ ബൈനറി സ്ട്രിങ് 0 1 1 ടെയിൽസ് ഹെഡ്സ് എന്ന ഔട്ട്കമ്മിനോട് അസോസിയേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ട്രിങ് 0 0 1 ഇതിനോട് കറസ്പോണ്ടിങ് ആയ ഔട്ട്കം ടെയിൽസ് ഹെഡ്സ്. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മാപ്പിംഗ് എഫ് യൂസ് ചെയ്ത് സ്ട്രിങ്ങുകളെ എൻകോഡ് ചെയ്യണമെങ്കിൽ എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2.4. സപ്പോസ് എക്സ് ഈക്വൽ ടു സെറ്റ് ABCD. ഈ സെറ്റിലെ എലമെന്റ്സുകളുടെ 3 ഡിഫറെന്റ് എൻകോഡിങ്സ് താഴെ പറയുന്നത് പോലെ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് എൻകോഡിംഗ് മാപ്പ് എഫിന്റെ അണ്ടറിൽ സെറ്റ് എക്സിലെ മെമ്പേഴ്സിന്റെ ഇമേജസ് എഫ് ഓഫ് എ ഈക്വൽ ടു 1, എഫ് ഓഫ് ബി ഈക്വൽ ടു 1 0, എഫ് ഓഫ് സി ഈക്വൽ ടു 1 0 0 ആൻഡ് എഫ് ഓഫ് ഡി ഈക്വൽ ടു 1 0 0 0. സെക്കൻഡ് എൻകോഡിംഗ് ജി ഇതുപോലെ ഡിഫൈൻ ചെയ്യാം. g of a equal to 0, g of b equal to 1 0, g of c equal to 1 1 0 and g of d equal to 1 1 1. തേർഡ് മാപ്പിംഗ് h ഡിഫൈൻ ചെയ്യുന്നത് h of a equal to 0, h of b equal to 0 1, h of c equal to 1 0 and h of d equal to 1 1. ഇവിടെ എഫും ജിയും ഇൻജക്റ്റീവ് എൻകോഡിങ്സ് ആണ്, ബട്ട് എച്ച് ഇൻജക്റ്റീവ് അല്ല. കാരണം എച്ച് ഓഫ് എ സി 0 1 0 ആണ്, അതുപോലെ എച്ച് ഓഫ് ബി എയും 0 1 0 ആണ്. സോ 0 1 0 എന്ന സ്ട്രിങ് കിട്ടി കഴിഞ്ഞാൽ അതിനെ ഡീകോഡ് ചെയ്താൽ എ സി ആണോ ബി എ ആണോ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് കൺഫേം ചെയ്യുവാൻ സാധിക്കുകയില്ല. ബട്ട് എഫിന്റെയും ജിയുടെയും കേസിൽ ഇതുപോലെ സെയിം ഇമേജസ് വരുന്ന 2 സ്ട്രിങ്ങുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. മാപ്പിംഗ് എഫ് യൂസ് ചെയ്ത് ഫോം ചെയ്ത എൻകോഡിങ്സിനെ ഡീകോഡ് ചെയ്യുമ്പോൾ എൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വർക്ക് ചെയ്താൽ മതി. എപ്പോഴെല്ലാം 1 എൻകൗണ്ടർ ചെയ്തോ അപ്പോഴെല്ലാം അത് കറന്റ് എലമെന്റിന്റെ ബിഗിനിങ് ആണെന്നുള്ള സിഗ്നലാണ്. ഈ ഒരു ഐഡിയ യൂസ് ചെയ്ത് നമുക്ക് ഓരോ സ്ട്രിങ്ങും ഡീകോഡ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദി സ്ട്രിങ് 1 0 0 0 1 1 0 0 1 0 0 1 0. ഈ സ്ട്രിങ്ങിനെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാം. എൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. എവിടെയെല്ലാം 1 കാണുന്നുണ്ടോ അതിന് തൊട്ട് മുൻപായി നമുക്ക് സ്ട്രിങ്ങിനെ ബ്രേക്ക് ചെയ്യാം. ബാക്കിൽ നിന്നും 2 പൊസിഷൻ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു 1 ഉണ്ട്. സോ അതൊരു ന്യൂ എലമെന്റിന്റെ ബിഗിനിങ് ആണ്. 1 0ക്ക് കറസ്പോണ്ടിങ് ആയ എലമെന്റ് ബി. ദെൻ വീണ്ടും 3 പൊസിഷൻസ് ബാക്കിലോട്ട് വരുമ്പോൾ അടുത്ത 1 കാണാം. അത് നെക്സ്റ്റ് എലമെന്റിന്റെ ബിഗിനിങ് ആണ്. 1 0 0ക്ക് കറസ്പോണ്ടിങ് ആയ എലമെന്റ് സി. വീണ്ടും 3 പൊസിഷൻസ് ബാക്കിലോട്ട് വരുമ്പോൾ അടുത്ത 1. അഗൈൻ 1 0 0ക്ക് കറസ്പോണ്ടിങ് ആയി സി. ദെൻ 1 സ്റ്റെപ്പ് മൂവ് ചെയ്താൽ നെക്സ്റ്റ് 1. അതും ന്യൂ എലമെന്റിന്റെ ബിഗിനിങ് ആണ്. 1ന് കറസ്പോണ്ടിങ് ആയ എലമെന്റ് എ. ദെൻ 4 സ്റ്റെപ്സ് ബാക്കിലോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് 1. അതൊരു ന്യൂ എലമെന്റിന്റെ ബിഗിനിങ് ആണ്. 1 0 0 0ക്ക് കറസ്പോണ്ടിങ് ആയ എലമെന്റ് ഡി. ഇനി ബിറ്റ്സ് ഒന്നും ബാക്കിയില്ല. സോ കറസ്പോണ്ടിങ് ഡീകോഡഡ് സ്ട്രിങ് ഇതാണ് DACCB. മാപ്പിംഗ് ജി യൂസ് ചെയ്ത് എൻകോഡ് ചെയ്തെടുത്ത സ്ട്രിങ്ങിന്റെ ഡീകോഡിംഗ് ബിഗിനിങ്ങിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാവുന്നതാണ്. ഏതൊരു പോയിന്റിലും എയുടെയോ ബിയുടെയോ സിയുടെയോ അതല്ലെങ്കിൽ ഡിയുടെയോ എൻകോഡിങ്ങിന്റെ സബ്സ്ട്രിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കറസ്പോണ്ടിങ് ലെറ്റർ യൂസ് ചെയ്ത് ഡീകോഡ് ചെയ്യും. ദെൻ അവിടെ വെച്ച് സ്ട്രിങ്ങിനെ ബ്രേക്ക് ചെയ്യും. വീണ്ടും ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1 0 1 0 1 1 1 0 എന്ന സ്ട്രിങ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ജിയുടെ അണ്ടറിൽ എയുടെ എൻകോഡിംഗ് 0,
ബിയുടെ എൻകോഡിങ് 10, സിയുടെ എൻകോഡിങ് 110, ഡിയുടെ എൻകോഡിങ് 111. നമ്മൾ ബിഗിനിങ്ങിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ പറഞ്ഞ 4 സ്ട്രിങ്ങുകളിൽ ഏത് സ്ട്രിങ് കണ്ടാലും അവിടെ വെച്ച് ഗിവൺ സ്ട്രിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നു. സ്ട്രിങ്ങിലെ ഫസ്റ്റ് എലമെന്റ് 1, അത് നമ്മൾ പറഞ്ഞ 4 എൻകോഡിങ്സിൽ ഇല്ല. ദെൻ നെക്സ്റ്റ് എലമെന്റ് 0. സോ ഫസ്റ്റ് 2 എലമെന്റ്സ് കൺസിഡർ ചെയ്താൽ 1 0 എന്ന സബ് സ്ട്രിങ് കിട്ടും. അത് ബിയുടെ എൻകോഡിംഗ് ആണ്. സോ ആ പോർഷനെ ബി എന്ന് ഡീകോഡ് ചെയ്യുന്നു. അവിടെ വെച്ച് സ്ട്രിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നു. ദെൻ വീണ്ടും ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് 2 പൊസിഷൻസിൽ നിന്നും 1 0 കിട്ടും. അതിനെയും ബി എന്ന് ഡീകോഡ് ചെയ്യുന്നു. അവിടെ വെച്ച് സ്ട്രിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പൊസിഷനിൽ 1, അത് നമ്മൾ പറഞ്ഞ 4 എൻകോഡിങ്സിലില്ല. നെക്സ്റ്റ് ബിറ്റ് കൂടി ചേർക്കുമ്പോൾ 1 1, അതും നമ്മൾ പറഞ്ഞ 4 എൻകോഡിങ്സിലില്ല. നെക്സ്റ്റ് ബിറ്റ് കൂടി ചേർക്കുമ്പോൾ 1 1 1, അത് ഡിയുടെ എൻകോഡിംഗ് ആണ്. സോ ഈ പോർഷനെ ഡി എന്ന് ഡീകോഡ് ചെയ്യുന്നു. അവിടെ വെച്ച് സ്ട്രിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇനി ആകെ ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ. അവിടെ 0 ആണ്. അത് എയുടെ എൻകോഡിംഗ് ആണ്. സോ അതിനെ എ എന്ന് ഡീകോഡ് ചെയ്യുന്നു. സോ ഡീകോഡഡ് സ്ട്രിങ് ഇതാണ്, ബി ബി ഡി എ. ഇതുപോലെയാണ് ജിയുടെ അണ്ടറിൽ ഡീകോഡിംഗ് നടത്തുന്നത്. മാപ്പിംഗ് ജിയുടെ ഡീകോഡിംഗ് ബിഗിനിങ്ങിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് അവിടെ മെമ്മറി ആവശ്യം വരില്ല. ബട്ട് എഫിന്റെ കേസിൽ മെമ്മറി ആവശ്യം വരും. സോ ജിയുടെ ഡീകോഡിംഗ് ഈസി ആയതുകൊണ്ട് നമ്മൾ എൻകോഡിങ്ങിന് പ്രിഫർ ചെയ്യുന്നത് മാപ്പിംഗ് ജിനെയാണ്. ഇവിടെ മാപ്പിംഗ് ജിക്ക് പ്രിഫിക്സ് ഫ്രീ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ജിയുടെ ഡീകോഡിംഗ് സിമ്പിൾ ആയിട്ട് പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നത്. ആ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഒരു എൻകോഡിംഗ് ജി പ്രിഫിക്സ് ഫ്രീ ആണെന്ന് പറയണമെങ്കിൽ ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ കൺകാറ്റനേഷൻ സെറ്റ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ 2 എലിമെന്റ്സുകൾ എക്സും വൈയും സെറ്റ് 0 1 സ്റ്റാറിലെ ഒരു സ്ട്രിങ് സെറ്റും കണ്ടുപിടിക്കുവാൻ സാധിക്കരുത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിൽ മാപ്പിംഗ് എഫ് പ്രിഫിക്സ് ഫ്രീ അല്ല. എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ കൺകാറ്റനേഷൻ 0 ആണ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് ഡി ഈക്വൽ ടു എഫ് ഓഫ് ബി കൺകാറ്റനേഷൻ 0 0. ബട്ട് ജിയുടെ കേസിൽ ഇതുപോലെ എലിമെന്റ്സുകളും സ്ട്രിങ്ങും കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല.